ഇത്ര തന്റെ ഇടത്തോടുകൂടി നട്ടലോടുകൂടി ഇന്റർനാഷണൽ പിന്നെ ഒരു വേൾഡ് ലീഡർ എന്നാണ് പറയുന്ന പ്രൈം മിനിസ്റ്റർ മോദി ഇത് കാണിച്ചു കൊടുത്തത്. തൃശ്ശൂർ പൂരത്തിന്റെ എന്താ പറയുക സാമ്പിൾ പിടിക്കട്ടെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത്ര കാണിച്ചു കൊടുത്തു. ബാക്കി നമുക്ക് ഉപയോഗിക്കാം. ഒരു പക്ഷേ പിന്നെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നു പറയുന്നത്. നമസ്കാരം. ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 16 ദിവസമായി ഇന്ത്യ എന്ത് ചെയ്യും എന്ന് ലോകം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ അവസാനം കൃത്യമായി ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ശക്തമായി തിരിച്ചടി നടത്തിയത് രീതി എങ്ങനെയാണ്, ഏതൊക്കെ വിധത്തിലാണ് തിരിച്ചടി കൊടുത്തിട്ടുള്ളത്, ഇനി എന്തായിരിക്കും തിരിച്ചടിയുടെ ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായി കാർഗിൽ യുദ്ധത്തിൽ യുദ്ധം നയിച്ചിട്ടുള്ള കേണൽ ഉണ്ണിത്താൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം വിശദമായി നമ്മളോട് സംസാരിക്കും. അതായത് ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അദ്ദേഹം വിവരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും. അത് നമ്മൾ തീരുമാനിക്കും. സമയവും സൗകര്യവും അതിന്റെ യഥാർത്ഥ സമയത്ത് മാത്രം ചെയ്യും എന്ന് ഉള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതനുസരിച്ച് 15ാമത്തെ ദിവസം ഏപ്രിൽ 22 സംഭവം നടന്നു. ഏപ്രിൽ 23 ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ സെക്യൂരിറ്റി മീറ്റിംഗ് നടന്നു. അതിനുശേഷമുള്ള ആ ഓരോ ഡെവലപ്മെന്റ്സും സ്വന്തമാർ ഓർക്കുന്നുണ്ടായിരിക്കും. ഒന്ന്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് ചീഫുമായിട്ടുള്ള ഡിസ്കഷന്. അതിനുശേഷമുള്ള പിന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, എല്ലാ പിന്നെ അംബാസിഡേഴ്സ്, ഇന്ത്യയുമായിട്ട് നല്ല നയതന്ത്ര രീതികളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംബാസിഡേഴ്സുമായി അപ്ഡേറ്റ് ചെയ്തു. അമേരിക്ക മുതലുള്ള 23 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ തന്നിരുന്നു. എന്ത് വേണമെങ്കിലും ഈ പിന്നെ ടെററിസത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് ചെയ്യാം എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നെ എന്താ പറഞ്ഞേ അതിന്റെ കാര്യങ്ങളും പ്രിപ്പറേഷൻസും എല്ലാം നടത്തി. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം ആ മെയിൻ്റനൻസ് ഓഫ് സർപ്രൈസ് എന്ന് പറയുന്ന യുദ്ധത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അവന്മാരൊക്കെ ഊഹിച്ചോ സിവിൽ ഡിഫൻസും ഒക്കെ നടത്തും ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ 9 ഉഗ്രവാദി കേന്ദ്രങ്ങളിലെ ലഷ്കർ-എ തൊയ്ബയുടെയും പിന്നെ LETന്റെയും ഇവരുടെ എല്ലാം 9 പ്ലേസ്, അതും ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് 166 കിലോമീറ്ററോളം ഉണ്ട് ഇന്റർനാഷണൽ ബോർഡർ, നമ്മുടെ ബോർഡറിൽ നിന്ന് ഭാവൽപൂരിലേക്ക്. അവിടെ പോയി ലഷ്കർ-എ തൊയ്ബയുടെ പിന്നെ മദ്രസയും അവന്മാരുടെ ഹെഡ്ക്വാർട്ടറും പ്രിസിഷൻ ഗൈഡഡ് ബോംബ്, അത് എയർഫോഴ്സ് ആൻഡ് എനിക്ക് തോന്നുന്ന റാഫേൽ വിമാനമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് അതാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് അതുപോലെ തന്നെ ഗുൽപൂർ എന്ന് പറയുന്ന രണ്ടാമത്തെ LETയുടെ പിന്നെ ഒരു ട്രെയിനിങ് ഏരിയ ആണ്. അതും ഇതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പിന്നെ മിസൈൽസ് ആണ് ആക്രമിച്ചതും നശിപ്പിച്ചതും. എത്ര പേര് ചത്തുകൊടുക്കുന്നതിന്റെ ഹോസ്പിറ്റലിൽ പണി പട്ടാളത്തിന്റെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഓഫീസർമാര് പിന്നെ അവന്മാരൊക്കെ പോയി ആശ്വസിപ്പിക്കാനും മുറിവേറ്റരെ കാണാനൊക്കെ പോകുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ പിന്നെ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ള 7 പ്രദേശങ്ങളിലെ ആർമിയുടെ പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ്, മിസൈൽസ്, ഡ്രോൺസുമാണ് ഉപയോഗിച്ചത്. ഇത് ഇത്ര തന്റെ ഇടത്തോടുകൂടി നട്ടലോടുകൂടി ഇന്റർനാഷണൽ പിന്നെ ഒരു വേൾഡ് ലീഡർ എന്നാണ് പറയുന്ന പ്രൈം മിനിസ്റ്റർ മോദി ഇത് കാണിച്ചു കൊടുത്തത്. 26 ഹിന്ദുക്കളെയും 1 നേപ്പാളിയെയും 1 മുസ്ലിം, ആ മുസ്ലിം എന്ന് പറയുന്നതിനകത്ത് ആയിട്ടുള്ള എന്താ പറഞ്ഞ പിന്നെ ഉഗ്രവാദിയുമായിട്ടുള്ള അവരുടെ തോക്ക് പിടിച്ചെന്നോ എന്നൊക്കെ ആ സമയത്ത് അവൻ വെടികൊണ്ട് ചത്തത്, അല്ലാതെ അവനപ്പുറങ്ങാരെക്കൊന്നുമല്ല ഈ വന്ന പിന്നെ പഴയകാമിഷിയിലെ. അപ്പോൾ ഇത് ചെയ്യാനുള്ള തന്റെ ഇടവും ചെയ്തതും എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നതിന് 5ാമത്തെ വേൾഡ് എക്കണോമിക് പവറാണ്. അത് 3ാമത്തേതിലേക്ക് പോകും 2027. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ജപ്പാനെ ഓർത്തേക്കും ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇറ്റ് ഫോർ ദ വേൾഡ്, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ പുറകിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ സൈനികപരമായും എല്ലാ കാര്യങ്ങളും ഈ UK ഗവൺമെന്റോ മൻമോഹൻ സിംഗോ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ എന്നുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മൾക്ക് അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് ഇന്ത്യയുടെ പിന്നെ ചോറും ഇന്ത്യയുടെ വായുവും ശ്വസിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആന്റി ഇന്ത്യ
ആൾക്കാർക്ക് ഇത് മനസ്സിലാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞ എന്താണ്, ഇത് പിന്നെ ഇന്ത്യ അവരുടെ പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യമെന്നാണ്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഇത് എത്ര വേഗം ഇത് അവസാനിക്കുന്നതാണ്. അതെന്ന് പറഞ്ഞാലേ അവസാനിച്ചാലും അവസാനിച്ചില്ലേലും അറിയാം അവസാനിക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാന് 2 ഓപ്ഷൻസ് ഉണ്ട്. എന്താ? ഇങ്ങോട്ട് കയറി ആക്രമിക്കുക. അത് ചെയ്യാൻ അവർക്ക് വേൾഡ് ഒപ്പീനിയൻ അവർക്ക് എഗൻസ്റ്റ് ആണ്. എന്തുകൊണ്ട്? ഇന്ത്യ ആണെങ്കിൽ ഒരു മിലിറ്ററി ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇന്ത്യ ആക്രമിച്ചിരുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചതെന്ന് പറയുന്നത് 9 ടെററിസ്റ്റ് ക്യാമ്പ്സുകളാണ്. അതും ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാതെ. അപ്പോൾ ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ചു അല്ലെങ്കിൽ സിവിലിയൻസോ അല്ലെങ്കിൽ പിന്നെ സ്ട്രാറ്റജിക് ടാർഗറ്റ്സോ അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ്സ് അറ്റാക്ക് ചെയ്തിട്ടില്ല. ഒന്ന്, അതിനെതിരായിട്ട് അവര് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷെ അതിന് ഇന്ത്യ തയ്യാറാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ, ലൈൻ ഓഫ് കൺട്രോൾ. എന്തെങ്കിലും കാട്ടിക്കൂട്ടി പാകിസ്ഥാനി ജനങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഞങ്ങളുടെ പട്ടാളം വലിയ വീരശൂര പരാക്രമികളാണെന്ന്. അതിന് വേണ്ടിയാണ് ഇവരെന്താ പറയുന്നത്, അവിടെ ഒന്ന് ഷെല്ലിങ് ചെയ്യുന്നു, ബോംബ് ചെയ്യുന്നു. 2-3 ആൾക്കാർ മരിച്ചു എന്ന് കേട്ടു ഷെല്ലിങ്ങില്. അത് സംഭവിക്കാം. കാരണം അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ട്. ഈ പിന്നെ നമ്മുടെ ഇന്റർനാഷണൽ ബോർഡർ LOC ലൈൻ ഓഫ് കൺട്രോളിന് അടുത്തുള്ള വില്ലേജുകൾക്ക് ഇപ്പോഴാണെങ്കിൽ എല്ലായിടത്തും ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവില്ല. അവരെ പെട്ടെന്ന് ഇവര് അതിലേക്ക് പോകണം. അവരുടെ വീടിന്റെ തൊട്ടടുത്ത സൗകര്യങ്ങളിൽ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ കൊണ്ട് പോകാത്ത ഒരു പക്ഷെ ആൾക്കാർ സാരമില്ലൊന്നും നടക്കത്തില്ല, ഇതൊക്കെ നിങ്ങൾ എത്ര കണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇതിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പോകുമ്പോൾ അതിന്റെ സ്പീഡേഴ്സ് വന്ന മനുഷ്യരുടെ ഇത് കൊള്ളും, ചിലർ ചാവും, പരിക്കേക്കും, അതൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു 3 ഗ്രാമങ്ങളിൽ അവർ അറ്റാക്ക് ചെയ്തെന്നാണ്. എങ്ങനെ? ഷെല്ല് ചെയ്തിരിക്കുന്നു. അറ്റാക്കല്ല, ഷെല്ല് ചെയ്തിരിക്കുന്നു. അതിന് കടുത്ത തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഒരു പക്ഷേ വെളിയിലൊക്കെ വരുന്ന സമയം എടുക്കും. അപ്പോൾ നമുക്കറിയാം, കാത്തിരുന്ന് കാണാം ഇനി വരാൻ പോകുന്ന പൂരത്തിന്റെ ആ കളി. പിന്നെ യവന്മാരെന്തെങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രദേശം അതിക്രമിച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ അപ്പോൾ അറിയും ഇനി കാണാൻ പോകുന്ന പൂരം. നമ്മുടെ അമൃത്സർ, പിന്നെ അവന്തിപൂർ എയർഫീൽഡ്, ശ്രീനഗർ എയർഫീൽഡ് ഇതെല്ലാം അടച്ചു. എങ്ങനെ? സിവിലിയൻ ഫ്ലൈറ്റ്സിന് വേണ്ടി. എന്തുകൊണ്ട്? ആ കംപ്ലീറ്റ് എയർഫീൽഡിന് എയർഫോഴ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഇന്ന് 12 മണി വരെയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഒരു പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ വല്ലതും പാകിസ്ഥാന് അവന്മാർക്ക് പറക്കാൻ F-16 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അതാണെങ്കിൽ പകുതി കൂടുതൽ 90% കൂടുതലാണെങ്കിൽ ഓഫ് റോഡായി കിടക്കുക. അത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സമയം എടുക്കും. ഒന്ന്. പിന്നെ JF-17 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് എന്ന് വാങ്ങിച്ചാണെന്ന് തോന്നുന്നു, ഉണ്ടാക്കി കൊടുത്താണ്. അതും ഇതുപോലെ തന്നെയാണ്. അതിലൊക്കെ ഇനി നമുക്ക് തെല്ലിക്കൂട്ടിയൊക്കെ വരുന്ന സമയം എടുക്കും. പിന്നെ എന്തെങ്കിലും കാട്ടി പിന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളവും കിട്ടാതെ നമ്മുടെ സിയാൽ റിസർവോയർ ഉണ്ട്. ആ പിന്നെ ഇൻഡസ് റിവറിന്റെ ഭാഗമായിട്ടുള്ള ഉപനദിയിൽ ഉള്ളതാണ്. അത് അടച്ചു കഴിഞ്ഞു, വെള്ളം അങ്ങോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഇന്നലെ അതിന്റെ പിന്നെ വീഡിയോ കണ്ടു. അപ്പം ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇവർക്കെതിരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ വളരെ വളരെ മോശമായ പ്രിക്കേറിയ സിറ്റുവേഷൻ ഇംഗ്ലീഷിൽ പറയും, വളരെ ദയനീയാവസ്ഥയിൽ എത്തിയിരിക്കുന്ന സമയമാണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ കാശ് വാങ്ങിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അത് ഇന്ത്യ അതിനെതിരായിട്ടാണെങ്കിൽ ഓൾറെഡി അതിന്റെ കാര്യങ്ങൾ മൂവ് ചെയ്യാം. കൊടുക്കരുത് എന്നുള്ളത്, കൊടുത്തത് ഇനി കൊടുക്കരുത്. ഉഗ്രവാദികളെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ജനിപ്പിച്ച് മറ്റുള്ള രാജ്യങ്ങൾ അയക്കുന്നവർക്ക് ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ന് പൈസ ചോദിച്ചു, കൊടുക്കരുതെന്ന് ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു 2 ദിവസം മുമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. അവിടെ വെച്ച് അവരെ ശക്തമായി ഇതിനെ എതിർത്തു. അപ്പൊ ഇന്ത്യ പറയുന്നില്ല, ഇവരെല്ലാം കേൾക്കും, കൊടുക്കണോ വേണ്ട എന്നുള്ളത്. പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ എത്രയോ പിച്ചച്ചട്ടിയും കൂടി നടക്കുന്നുണ്ട്. എവിടെ? പിന്നെ സൗദിക്കാരെന്തെങ്കിലും ഒരു പക്ഷേ കുറെ കാശ് കൊടുത്തേക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്രോജൻ പിന്നെ പിന്നെ തുർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ലാതെ വേറെ ഒരു സഹായിക്കാനില്ല. UAE പോലും ചെയ്യത്തില്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കാരണം ഇന്ത്യയുമായിട്ട് നല്ല നയതന്ത്രം എല്ലാ രീതിയിലും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന് പിന്നെ ഏറ്റവും വലിയ പരമോന്നത പിന്നെ ബഹുമതി അദ്ദേഹത്തിന് കൊടുത്തതല്ലേ. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ, അതുൾപ്പെടെ UAE ഉൾപ്പെടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ നന്നാകാതെ ഈ നടത്തുന്ന പിന്നെ ഉഗ്രവാദികളെ ബ്രീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വളവും വെള്ളവും കൊടുത്ത് ഇവരെ ചെയ്യുന്ന പരിപാടി നിർത്തുക എന്നുള്ള ഏറ്റവും നല്ല കാര്യം. ഇന്ത്യയുമായിട്ട് നല്ല തരത്തിലുള്ള നയതന്ത്രം ഉണ്ടാക്കുക, നല്ല രീതിയിലേക്ക് പോവുക,
ശ്രമിക്കുന്നില്ലായിരിക്കും. പിന്നെ പാകിസ്ഥാനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും കയറി ഒരു കുന്തവും ചെയ്യത്തില്ല. അവർക്കറിയാം, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ബംഗ്ലാദേശിലെ ഒരു റിട്ടയർഡ് നേതാവ് പറഞ്ഞ ഭൂമിവാസം, അതെ, അവന് അഡ്വൈസറാണ് അവരുടെ മുഹമ്മദ് യൂനസിന്റെ ഇപ്പോഴത്തെ അവിടുത്തെ പിന്നെ പ്രൈം മിനിസ്റ്ററോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ട്. പക്ഷെ ഇതിന് ചുറ്റിനും ഈ ബംഗ്ലാദേശിന് ചുറ്റിനും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ 3 കോറുകൾ, കോർ എന്ന് പറഞ്ഞാല് അതെ 3 കൂടെ അങ്ങോട്ട് ഒരു പിന്നെ ഒരാഴ്ച എടുക്കില്ല ബംഗ്ലാദേശ് വീണ്ടും തിരിച്ചിന്ത്യയുടെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ. ആയിട്ടുള്ള കാര്യങ്ങളാണ് വ്യവസായത്തിൽ നടക്കട്ടെ. അപ്പോൾ ഇനിയും ഉള്ള കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ തന്നെ ഇന്ത്യ 100% സജ്ജമാണ്. അതുപോലെ ഇന്ത്യൻ നേവി ആണെങ്കിലും പിന്നെ ഈസ്റ്റേൺ നേവൽ ഫ്ലീറ്റ് ആണെങ്കിലും അത് പിന്നെ ബേ ഓഫ് ബംഗാളിലാണെങ്കിലും വെസ്റ്റേൺ നേവൽ ഫ്ലീറ്റും സദേൺ നേവൽ ഫ്ലീറ്റും എല്ലാം 100% ഓപ്പറേഷനിൽ ഡിപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെ ആർമി എവിടൊക്കെ റിലീസ് ചെയ്യുന്നതൊന്നും ആർക്കും അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഈ പ്രാവശ്യം അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് ക്വയറ്റ്ലി ഡു ദ ജോബ്. 15 ദിവസമായിട്ട് അവർ കാരണം ഭയങ്കര ടെൻഷനായിരുന്നു പാകിസ്ഥാൻകാർ. ഇപ്പൊ ആ ടെൻഷനാണ് ഇപ്പൊ മതി, ഇത്രയേ ഉള്ളൂ. ഇതല്പം തൃശ്ശൂർ എന്താ പറയുക സാമ്പിൾ പിടിക്കട്ടെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു കൊടുത്തു, ബാക്കി നമുക്ക് അപ്ഡേറ്റ് ഒരു പക്ഷേ പിന്നെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്ന പറയുന്നത് ഒന്നും നടക്കില്ല. നടന്നാലുണ്ടല്ലോ പാകിസ്ഥാന്റെ ഉന്മൂലനാശനം ഉണ്ടാവും. 180 കൂടുതൽ നമുക്ക് ഇന്ത്യക്ക് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. 5200 കിലോമീറ്റർ വരെ അത് ഉപയോഗിക്കത്തുള്ള റേഞ്ച് ഉള്ളതാണ്. യവന്മാരുടെ ഉള്ള എന്താ അതിന്റെ ആണെങ്കിൽ 2200 കിലോമീറ്റർ ആണ് ഉള്ളതെന്ന് പറയുന്നത്. ഇവിടെ നോ മാച്ച് ടു ഇന്ത്യ. അതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.